നമസ്കാരം. നാളെ ഇപ്പോഴും ബാക്കിയുണ്ട്. എന്തുകൊണ്ട് യുവാക്കൾ ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു? ലഹരി ഉപയോഗിക്കുന്ന എല്ലാ യുവാക്കളും ഒരേ സാഹചര്യത്തിൽ നിന്നല്ല വരുന്നത്. ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളും കാരണങ്ങളും വ്യത്യസ്തമാണ്. എന്നാൽ ചില പൊതുവായ കാരണങ്ങൾ പലരിലും കാണാം. കൂട്ടുകാരുടെ സ്വാധീനവും അംഗീകാരം നേടാനുള്ള വ്യഗ്രതയും ഒരു തവണ പരീക്ഷിച്ചാൽ എന്താണ് എന്ന കൗതുകം, പഠനം, ജോലി അല്ലെങ്കിൽ ജീവിത സമ്മർദ്ദങ്ങളിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാനുള്ള ശ്രമം, കുടുംബ പ്രശ്നങ്ങൾ, ഏകാന്തത അല്ലെങ്കിൽ സ്നേഹക്കുറവ് അനുഭവിക്കുന്നത്, സോഷ്യൽ മീഡിയയിലൂടെയോ സിനിമകളിലൂടെയോ ലഹരിയെ തെറ്റായി ആകർഷകമായി കാണുന്നത്, ആത്മവിശ്വാസക്കുറവും നിരാശയും ലഹരിയുടെ യഥാർത്ഥ അപകടങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവില്ലായ്മയും. ഇവയിൽ ഏതെങ്കിലും ഒരു കാരണമോ പല കാരണങ്ങളോ ഒന്നിച്ചോ ഒരാളെ ലഹരിയിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ലഹരി ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. അത് താൽക്കാലികമായ ഒരു തോന്നൽ മാത്രമാണ്. പിന്നീട് അത് ആരോഗ്യത്തെയും കുടുംബ ബന്ധങ്ങളെയും പഠനത്തെയും ജോലിയെയും സാമ്പത്തിക നിലയെയും ഗുരുതരമായി ബാധിക്കാം. ജീവിതത്തിലെ പ്രയാസങ്ങൾ വന്നാൽ ഒറ്റയ്ക്ക് പോരാടേണ്ടതില്ല. വിശ്വസിക്കാവുന്ന കുടുംബാംഗങ്ങളോടോ അധ്യാപകരോടോ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ കൗൺസിലർമാരോടോ സംസാരിക്കുന്നത് ഒരു ശക്തിയാണ്. സഹായം തേടുന്നത് ബലഹീനതയല്ല, അത് നല്ലൊരു തീരുമാനമാണ്. അധ്യായത്തിന്റെ ചിന്ത: ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം ജീവിതത്തിന്റെ ദിശ മാറ്റാം. അതുപോലെ ഒരു നിമിഷത്തെ ശരിയായ തീരുമാനത്തിനും ജീവിതം മാറ്റാൻ കഴിയും. നമ്മൾ അറിയേണ്ടത്, ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടാൻ പല കാരണങ്ങളുണ്ട്. അത് ഒരാളുടെ സ്വഭാവം കൊണ്ട് മാത്രം സംഭവിക്കുന്നില്ല. കൗതുകം, കൂട്ടുകാരുടെ സമ്മർദ്ദം, മാനസിക വിഷമം, തെറ്റായ ധാരണകൾ എന്നിവ അപകട സാധ്യത വർദ്ധിപ്പിക്കും. പ്രശ്നങ്ങൾക്ക് ലഹരി പരിഹാരമല്ല, അത് പുതിയ പ്രശ്നങ്ങൾക്ക് സൃഷ്ടിക്കാം. സഹായം തേടുന്നത് ധൈര്യത്തിന്റെ അടയാളമാണ്. നമുക്ക് ചിന്തിക്കാം, ഒരു നല്ല സുഹൃത്ത് ലഹരി പരീക്ഷിക്കാൻ നിർബന്ധിച്ചാൽ ഞാൻ അവനെ പിന്തുടരണോ, അതോ എന്റെ ഭാവിയെ സംരക്ഷിക്കുന്ന ഒരു തീരുമാനം എടുക്കുമോ? നന്ദി.